ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ മിസ്റ്റർ മിസ്സിസ് ഡ്രീം ട്രാവലേഴ്സ്. ഞാൻ എന്താണ് ഈ കുന്തം വീഡിയോയിൽ നോക്കി നിൽക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഈ ഒരു വാള് കണ്ടില്ലേ, എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വാള. ഇതെങ്ങനെ വൃത്തികേടാക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ മാസത്തെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾക്ക് ഒടുവിൽ ചെറിയൊരു ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്താവുമെന്നറിയത്തില്ല. വൃത്തി കൂടിയിട്ടൊന്നുമല്ല പത്രം വരുന്നത്. തറയിൽ പെയിന്റ് ആയി കഴിഞ്ഞാൽ കുത്തിയിരുന്ന് ഉരയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പെയിന്റിങ് കമ്പനിയുടെ പരസ്യം നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. സാധനങ്ങളെല്ലാം നേരത്തെ വാങ്ങി വെച്ചതായിരുന്നു. എനിക്ക് പെയിന്റ് ചെയ്യണം എന്നുള്ള തീവ്രമായ മടി കൊണ്ട് ഇതെല്ലാം നീട്ടി വെച്ചതാണ്. ചെലവ് ചുരുക്കി ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായം എൻ്റെ കയ്യിൽ നിന്ന് ഉയർന്നതുകൊണ്ട് ഹാൻഡ് മെയ്ഡ് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്താവുമെന്നറിയത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നോ പറയാത്ത എൻ്റെ പൊന്നാര കെട്ടിയനോട് ഞാൻ നേരത്തെ അതുകൊണ്ട് പറഞ്ഞു വെച്ചു, ഒരു ബോക്സ് വൈറ്റ് പെയിന്റിനുള്ള പൈസയും കൂടിയും മാറ്റി വെച്ചോളാം. അത്രയ്ക്കുണ്ടായിരുന്നു എൻ്റെ സെൽഫ് കോൺഫിഡൻസ്. അങ്ങനെ എൻ്റെ ഹാൻഡ് മെയ്ഡ് ബ്രഷും കൊണ്ട് ഒരു കടലാസ് പോലും പെയിന്റ് അടിക്കാൻ പറ്റില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞതിലൂടെ ഞാൻ വേഗം വീട്ടിൽ നിന്ന് റെഡിയായി അങ്ങ് ഇറങ്ങിയത് നടന്നു. അങ്ങാടി അടുത്തതിനെ രക്ഷപ്പെട്ടു. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ അതേപോലെ തിരിച്ചു വെച്ചടിച്ചങ്ങ് നടന്ന് വീട്ടിലെത്തി. റോളറെല്ലാം എടുത്ത് എൻ്റെ മുഖത്ത് ചെറിയൊരു നിരാശ കാണുന്നില്ലേ, അതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വീണ്ടും അംഗത്തിന് തയ്യാറെടുക്കുകയാണ് കൂട്ടുകാരെ. ഇനി എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ എടുക്കാനും പെയിന്റ് അടിക്കാനും ഞാൻ ഒരാളെ ഉള്ളത് കൊണ്ട് വീഡിയോയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവാം, പോരായ്മകളുണ്ടാവാം. അതെല്ലാം ക്ഷമിച്ച് നിങ്ങളൊരാളായി എന്നെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. മുകളിലോട്ട് പെയിന്റ് അടിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാഡർ വെച്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ കെട്ടിയോൻ പറഞ്ഞ്, അത്ര സാഹസികം നിറഞ്ഞ പരിപാടിക്കൊന്നും നിൽക്കണ്ട, അത് നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷെ ഇത്രയാക്കിയ സ്ഥിതിക്ക് കുളവാക്കിയാലും നല്ലതാക്കിയാലും
ഫുള്ളാക്കണം എന്നുള്ള എൻ്റെ ഒരു തോട്ടിൽ ഞാനതങ്ങ് കെട്ടിയവനോട് പറയാതെ ലാഡർ എടുത്തുകൊണ്ട് വന്ന് അതിസാഹസികമായി ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അല്ലേ, ആ ഒരയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. അങ്ങനെ അടി തൊട എൻ്റെ ക്ലീനിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞ ഗൈസ്, ഈ ഒരു സാഹസികത്തിന് വേണ്ടി എനിക്ക് ചിലവായിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഒരു സ്റ്റൂള്, 4 തുള്ളി B- ബ്ലഡ്. ഇതാണ് ഞാൻ അതിസാഹസ്യമായി നടത്തിയ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.